അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വല്പം ഫീവർ ഉണ്ട്. ഞാനിരുത്തൊന്ന് മരുന്ന് കൊടുത്താൽ മതി. ഫീവർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസുഖമുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നുമല്ല. ഇന്നലെ രാത്രി അദ്ദേഹം കാട്ടിക്കുട്ടിയ പരാക്രമം കണ്ടപ്പോ അപ്പൊ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ചിലപ്പോ മാനസികമായിരിക്കാം. ആയിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പകുതി മരുന്നും പകുതി മാനസിക സംതൃപ്തിയുമാണ് അയാളുടെ രോഗം ഭേദമാക്കുന്നത്, അല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം. ആ ചിലരിൽ ഒരാളാ ഇയാള്. കുറച്ച് ദിവസം കൂടെ കിടക്കട്ടെ. കുറച്ച് മെഡിസിൻസും കുറച്ച് ഇഞ്ചക്ഷൻസും 1-2 രൂപ ഗ്ലൂക്കോസും. ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമല്ലോ ഉണ്ടോ? ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ? ഒരു രോഗിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതുകൊണ്ട് ഡോക്ടർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഹേയ്, അതെന്താ? അദ്ദേഹത്തിന്റെ അടുത്തിട്ട് കിടന്ന് കളിക്കുന്ന കളി മാനസികമാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യും. പ്ലീസ്. അനക്കണ്ട. ഇത് ഗ്ലൂക്കോസ്. ഇവനെ കയറ്റിയാൽ ക്ഷീണം മാറും. ശ്വാസം കിട്ടാതെ വരുമ്പോ അവനെ പ്രയോഗിക്കാം. അതിന്റെ ഒക്കെ ആവശ്യം വരുമോ? അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഡോക്ടേഴ്സ് അല്ലേ. തല അനക്കണ്ട. സിസ്റ്റർ മലയാളിയാണോ? അതെ. ഈ ഓക്സിജൻ കുറ്റിയൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമോ? പ്ലീസ്, ആവശ്യം വരുമ്പോ കൊണ്ടുവന്നാൽ മതിയല്ലോ. അതവിടെ ഇരിക്കുന്നത് കൊണ്ടെന്താ? എന്റെ രോഗി ആകെ അപ്സെറ്റ് ആയി പോകും. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എടുപ്പിച്ചോളാം. സിസ്റ്റർ, മാലതി ഡ്യൂട്ടിയിലില്ലേ? അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. വരുമ്പോ മോഹൻദാസ് ഇവിടെ കിടപ്പണമെന്ന് പറയണം. കവി കവി. മാഷ്ക്ക് വെപ്രാളവും പരവേശവും തോന്നുന്നില്ലല്ലോ, അല്ലേ? ഇല്ല. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എനിക്കെന്താ രോഗം? അത് ഡോക്ടർമാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല മാഷേ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണാൻ ഞങ്ങൾ ആശുപത്രി വരണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ ബാബു? സുജാത, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളുടെ വന്നു, രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നമ്മളൊക്കെ മലയാളികളല്ലേ, ഒന്നും കാണുന്നുണ്ട്. എന്താ തെറ്റ്? സംഭവം സീരിയസ് ആണ്. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലായിട്ടില്ല. നമുക്കൊന്ന് പോയി കാണാൻ എന്താ? അത്രേ വേണ്ടൂ. വരിക, വന്ന് കണ്ട് 1-2 ആശ്വാസമൊക്കെ പറയാ. എനിക്ക് 1-2 സ്ഥലത്തൂടെ പോകാനുണ്ട്. ഓറഞ്ചാണ്, വരുമ്പോ ഇതൂടെ കയ്യിലെടുത്തോളൂ. സാരില്ല. അമ്മ സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വം കളിപ്പിച്ചതല്ല. പല പല തിരക്കുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ. അപ്പൊ എന്ന് തരുമെന്നാ പറയുന്നത്? ഏതെങ്കിലും ഒരു ഡേറ്റ് പറ. ഡേറ്റ് പറഞ്ഞാലിപ്പോ 16. ഇനി പറയുന്ന ഡേറ്റ് തെറ്റരുത് കേട്ടോ. സാറിന്റെ പിന്നാലെ ഓടി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ എമൗണ്ട് മുഴുവൻ അയാളുടെ കൈ ബ്ലോക്കായി കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ അയാളോട് എങ്ങനെ പണം ചോദിക്കുന്നത്? നമുക്കൊക്കെ ഒരു 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 മനസാക്ഷിയില്ലേ? അയാൾ കിടക്കാൻ എഴുന്നേറ്റോട്ടെ, നിങ്ങളുടെ പണം വാങ്ങി കൈ തരാം. അപ്പൊ വൈകുന്നേരം ഒരു 7 മണിയോടെ അങ്ങോട്ട് വരിക. നമ്മളൊക്കെ മലയാളികളല്ലേ, വരിക, കാണുക, 2 ആശ്വാസമൊക്കെ പറയുക, അത്രേ വേണ്ടു. ഓക്കെ, വരട്ടെ. 7 മണി. മനസ്സിന്റെ ഒരു പിരിവലി, അത്രേ ഉള്ളൂ. സാരലാണ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഒരു 3-4 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. മാലതി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്റെ കാണാന്ന് പറഞ്ഞപ്പോ അവിടെ വിസിറ്റേഴ്സിന്റെ ഭയങ്കര ബഹളം. എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ട് മാഷാപ്പടെ പേടിച്ചിരിക്കുക. മാലതി വന്ന് കാര്യമായിട്ടൊന്ന് ആശ്വസിപ്പിക്കണം. താങ്കളെ ശുശ്രൂഷിക്കുന്നതിൽ പ്രത്യേക താല്പര്യമുണ്ട്, താങ്കളുടെ ഒരു ആരാധികയാണ് എന്നൊക്കെ പറയണം. അല്ലെങ്കിലും ആരാധികയാണല്ലോ. അപ്പൊ ഞാൻ അവരെയൊക്കെ ഒന്ന് പുറത്തേക്കാക്കട്ടെ.
ഇതിലും മോശമായിരുന്നു ഗുൽത്താർ സിംഗിന്റെ സ്ഥിതി. ഗീതാ ഗുൽത്താർ ആണെങ്കിൽ ആകെ തളർന്നുപോയി. അവര് നോർത്ത് ഇന്ത്യൻസ് അല്ലേ, ആരുണ്ട് അവർക്കിവിടെ? അവസാനം ഞാൻ ഇടപെട്ടു. മിസ്സസ് ശർമ്മജിയെ വിളിച്ചു. ഇഷ്ടം പോലെ ഡോക്ടേഴ്സും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി. ഇന്നോ നാളെ ഒന്ന് വിചാരിച്ചിരുന്ന ഗുൽത്താർ സിംഗ് 4-ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോ ദേ എഴുന്നേറ്റിരുന്ന് ചപ്പാത്തിയും ചിക്കനും കഴിക്കുന്നു. ഇതിനിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആളിനെ കണ്ടപ്പോ തന്നെ എനിക്ക് അന്തരീക്ഷം പിടിച്ചില്ല. ഞാനുടനെ തന്നെ ഹോസ്പിറ്റലിൽ മാറ്റി. അല്ല, ഈ ഹോസ്പിറ്റലിൽ പോരാന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? അത് മോഹൻദാസ് പറയട്ടെ, എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദേ തൊട്ടടുത്ത മുറിയില് നല്ല ഓടപ്പഴം പോലൊരു ചെറുപ്പക്കാരൻ എന്റെ മോന്റെ കൂടെ ജോലി ചെയ്തവനാ. ചെറിയ ഒരു പനി. രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ എന്തിനാ അധികം പറയാൻ ആളാ പോയി. ഭാര്യയും 2 കുട്ടികളും ഉള്ളവനാ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ സ്ഥിതി. എടോ കിളവ, ഇത്രയും പ്രായമായാലോ എനിക്ക് എവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ലേ? ഒരാൾ ഇവിടെ അത്യാസന്ന നിലയിൽ മരിക്കാൻ കിടക്കുക. അവര് മരിച്ചു, ഇവര് മരിച്ചു. അയാൾക്ക് എന്താ തോന്നുക? ആരാ ഇയാള്? എന്റെ മോന്റെ പ്രായമേ ഉള്ളു നിനക്ക്. അന്യനാട്ടിൽ ജീവിക്കാൻ വന്നിരിക്കുക. എങ്ങനെയാടാ നീ എല്ലാം ഗതി പിടിക്കുക? കിളവ കാണാകുണ വർത്താനം പറഞ്ഞ വയസ്സും പ്രായം നോക്കില്ല. നീ എന്ത് ചെയ്യാനല്ല? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പ്ലീസ് പ്ലീസ്. സോറി മാഷേ, സോറി. പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു അസുഖമില്ലല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട്. ആരും ഇല്ലെന്ന് വിചാരിച്ച് ഒട്ടും വിഷമിക്കണ്ട. എത്രയോ രോഗികൾ ഇവിടെ വന്നു പോകാറുണ്ട്. ഒരു നഴ്സ് എന്ന നിലയിൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതിനുമൊക്കെ അപ്പുറത്ത് ഞാൻ ആരാധിക്കുന്ന ഒരാളെ പരിചരിക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. അവനുകുട്ടി എങ്ങനെയുണ്ട് ദാസേട്ടന്? ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? കാലത്ത് മാലതി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിയിക്കാനും മാത്രമുള്ള കാര്യമൊന്നുമില്ല. ലോഡ്ജ് കിടക്കുന്നതിന് പകരം ഇവിടെ കിടക്കുന്നു, അത്ര തന്നെ. എവിടെ ആയാലും വാടക കൊടുക്കണം. വാ. അയ്യോ വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. സ്ഥലം മാറിക്കട്ടെ. രാവിലെ ഡോക്ടർ വന്നോ? വന്നു. ഒന്നുമില്ലെന്നേ, ഭക്ഷണം ശരിയാഞ്ഞിട്ടാ. വേറെ ഇന്ന് തന്നെ പോവാം. ഞാൻ ഇന്ന് ലീവ് എടുത്ത് നിൽക്കാം. ഒരു കുഴപ്പമില്ലെന്നേ. അമ്മയോട് വന്നേ, മാഷ് ഉറങ്ങിക്കോട്ടെ. അമ്മയോട്ടെ കിടന്നോട്ടെ. വിളിക്കണ്ട, വാ. എന്നാ ഞാൻ ഇനി വരാം. എന്തിനാ വെറുതെ ഓട്ടോയ്ക്ക് കാശ് കളയുന്നത്? ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം. ആട്ടെ.
ഓട്ടോ ഓട്ടോ. എന്നാലും വൈകണ്ട, ഞാൻ വൈകുന്നേരം ഫോൺ ചെയ്യാം. ഓക്കെ. മാഷേ, എണീക്കു മാഷേ, നേരെ ഉച്ചയായി. ഇന്നലെ രാത്രി മുഴുവൻ കൂർക്കം വലിച്ചു തുടങ്ങിയതല്ലേ? എന്തൊരു ഉറക്കാ ഇത്? അമ്മിണി വന്നിരുന്നു. കുറച്ചു നേരം നിൽക്കാൻ ഞാൻ പറഞ്ഞതാ. സമയമില്ലാത്രേ. എം ഡിയുടെ കൂടെ ഒരു ടൂറിന് പോകണമെന്ന്. നമുക്കറിയാത്തതല്ലോ ഈ ടൂറും പരിപാടിയൊക്കെ. ബന്ധങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല മാഷെ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സന്ദർഭത്തില് 1-2 ദിവസം ലീവ് എടുത്ത് ആ കുട്ടിക്കൂടെ നിന്നാലെന്താ? ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ. അച്ഛനും അമ്മയും പിരിഞ്ഞുള്ള ജീവിതമല്ലേ. സെന്റിമെന്റ്സിനൊന്നും ആ കുട്ടി ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. നഗരജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. മാലതിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ആണല്ലേ? എന്താ, ഇഷ്ടായോ? മാഷ്ക്ക് നേരിട്ട് തരാൻ മടിയുള്ളത് കൊണ്ടാ എന്റെ തന്നയച്ചത്. ഇന്ന് മുഴുവൻ ഈ ഫോട്ടോസ് തിരിച്ചു മറിച്ച് നോക്കായിരുന്നു മാഷ്. മാലതിക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാ? എന്റെ ഫോട്ടോയെ പറ്റി ഞാനെന്ത് പറയാനാ? എന്നാലും ഇത് കൊള്ളാൻ തോന്നുന്നു. അയ്യോ, എന്റെ മാലതി ഇങ്ങനെയുണ്ട് ഒരു പൊരുത്തം. മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫോട്ടോ തന്നെ. മാലതി ഒരു കാര്യം ചെയ്യും, ഇത് മാഷ്ക്ക് കൊടുക്കുക. അയ്യോ, ഞാൻ അല്ല, മാഷക്ക് ഈ ഫോട്ടോ വേണമെന്ന് വലിയ മോഹമുണ്ട്. മാലതി നേരിട്ട് കൊടുത്താൽ പുള്ളിക്ക് വലിയ സന്തോഷാവും. അതുകൊണ്ടാ. എന്താ, മടിയുണ്ടോ? കുഴപ്പമില്ല, ഞാൻ തന്നെ കൊടുത്തോളാം. ഞാനാണല്ലോ ഹംസം. ഇത് ദാസേട്ടന് കൊടുക്കൂ എന്ന് പറഞ്ഞ് മാലതി എന്റെ തന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഒരു ഹംസമാക്കുകയാണല്ലോ. പുറകിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ മാഷേ. എന്നാ മാഷേ? ഒന്നുമില്ല. എനിക്ക് എന്താ മാഷേ? വല്ലാത്ത ദാഹം. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. പച്ചവെള്ളം വേണോ ഐസ് വാട്ടർ വേണോ? എന്തെങ്കിലും വെള്ളം മതി. അറിയുന്നു നിമിഷമേ നിന്നെ ഞാൻ, എന്റെ ഈ മനമിടറി ഉടലൊടുവിൽ ഇളകൊള്ളും ഈ ധന്യവേളയിൽ. എന്തിനെന്നറിയാതെ എന്തിനോ തേടി ഒരു മരുഭൂവിനറുതിയിൽ പച്ചക്കുട ചൂടി നിൽക്കും നിമിഷമേ, അറിയുന്നു നിന്നെ ഞാൻ.
ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ കവിതകൾ വീണ്ടും നാമ്പെടുക്കാൻ തുടങ്ങി. ഇന്ന് എഴുതിയോ? എഴുതി, മനസ്സ് തുറന്നെഴുതി. ഈ ചുറ്റുപാടിൽ ദാസേട്ടന് എഴുതാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭൂതികൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഈ ഓർമ്മകൾ എന്നുമെന്നും ഞാൻ ഓമനിക്കും. ഞാൻ പോട്ടെ. എന്താ, തിടുക്കമായോ? ഡ്യൂട്ടി കഴിഞ്ഞു. എന്നെ കാണാൻ വരുന്നതും ഒരു ഡ്യൂട്ടി ആയിട്ടാണോ കണക്കാക്കുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടൈം കഴിഞ്ഞു നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ? അപ്പോ ഇനി മാലതിയെ കാണാൻ വിരസമായി പകല് മുഴുവൻ ഞാൻ തള്ളി നീക്കണം അല്ലേ? ദാസേട്ടന് ഇന്ന് പോകാന്ന് ഡോക്ടർ പറഞ്ഞു. നേര് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കഥ ശാത്ത്. ശരി സാർ. മാഷ് കൂടെ ഇരിക്കും. കൊള്ളാം അല്ലേ മാഷേ? ആ അലവലാതി ഹോട്ടലിലെ താമസവും ഭക്ഷണവും ഒക്കെയാ മാഷ് ഇത്രയും കുഴപ്പത്തിലാക്കി. ആശുപത്രി വരെ എത്തിച്ചു. എന്നാലും ദോഷമൊന്നും വന്നില്ല. അല്ല, മാഷ് എന്ത് തീരുമാനിച്ചു? എന്ത്? മാലതിയുടെ കാര്യത്തിൽ മാഷ് എന്ത് തീരുമാനിച്ചു എന്ന്? എന്ത് തീരുമാനിക്കാൻ? അപ്പൊ ഇതുവരെ കാണിച്ച കളിത മാഷ. അപ്പൊ എന്താ എന്നെ പേടിപ്പിക്കണേ? പേടിപ്പിക്കല്ല, നമുക്കിനി അധികം സമയമില്ല. ഈ രാത്രി നിർണായകമാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട രാത്രി. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? വീട്ടുകാരൊക്കെ ഇട്ടെന്ന് ആലോചിച്ചിട്ട്. വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടാണോ മാഷു മാലതിയെ പ്രേമിച്ചത്? അതിന് ഞാൻ മാലതിയെ കൈവിടുന്നില്ലല്ലോ. മനഃപൂർവ്വം കൈവിട്ടില്ലെങ്കിലും സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഒരു പാവപ്പെട്ട പെൺസിക്കുക. അപ്പോ ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നാളെ മാലതിയുടെയും മാഷുടെയും വിവാഹമാണ്. രജിസ്റ്റർ വിവാഹം. നാളെയോ? എന്താ, മാലതിയെ കെട്ടാൻ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചേക്കാം. മാലതിയില്ലാത്തൊരു ജീവിതത്തെ പറ്റി സങ്കല്പിക്കാൻ കൂടി എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ മാഷ് വിദ്യാഭ്യാസമുള്ളവനാണ്, വിവേകശാലിയാണ്, സംസ്കാര സമ്പന്നനാണ്, ജനമറിയുന്ന കവിയാണ്. പക്ഷെ ഒരു പെൺകുട്ടി കാണിക്കുന്ന ധൈര്യം പോലും മാഷക്കില്ല എന്ന് പറഞ്ഞാൽ അത് മഹാ കഷ്ടമാണ് മാഷെ. നാളെ നടന്നില്ലെങ്കിൽ ഇനി ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് വേണമെന്ന് അപ്പു പറയൂ. ആഘോഷപൂർവ്വമുള്ള ഒരു കല്യാണം വേണ്ടത്ര സമയമെടുത്ത് നാട്ടിൽ പോയി നടത്തിക്കൊള്ളൂ. നാളത്തെ ഈ ചടങ്ങ് ആ കുട്ടിക്കൊരു ഉറപ്പിന് വേണ്ടി മാത്രമാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയുന്നില്ല, അമ്മണിക്കുട്ടി പോലും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ പോയി എല്ലാം ഏർപ്പാട് ചെയ്യാം. മാഷ് ഒരു 1000 രൂപയും എടുത്തട്ടെ. കൂടുതലുണ്ടല്ലോ. കണക്കൊക്കെ പിന്നെ പറയാം.